അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ബഷീർ ഫൈലി ഉസ്താദ് ദേശമംഗലം കഴിഞ്ഞ റമളാനിൽ എഴുതിയ വഫാത്തുൻ നബി അതിൻ്റെ 12 ഭാഗങ്ങൾ ഒറ്റ പോസ്റ്റായി ഫേസ്ബുക്കിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ ദിവസങ്ങളിലായി വായിച്ച് കേൾപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഭാഗം 1. ഹിമകണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൾ പോലെ ശാന്തമായി ആ കണ്ണുകൾ അടയുകയാണ്. അന്നൊരു നാൾ മദീന കഥനഭാരത്താൽ വിങ്ങി, സങ്കടച്ചിറ പൊട്ടി. 63 കൊല്ലം കൂടെ നടന്ന ഒരാൾ, ആ വീട്ടിൽ നിലാമഴ പോലെ സ്നേഹം വഴിഞ്ഞൊഴുകിയ ആ കണ്ണുകൾ കൂമ്പിയടയുകയാണ്. അതെ, ഹബീബ് വഫാത്തായി. കാട്ടുതീ പോലെ വാർത്ത മദീനയിൽ പടർന്നു. എല്ലാ വഴികളും ആയിഷ ബീവിയുടെ വീട്ടിലേക്ക്. ആ ദിവസത്തിലേക്ക്, മലക്കുൽ മൗത്തിൻ്റെ വരവിലേക്ക്, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്താൻ എടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് തിരിച്ചൊന്ന് പോയി നോക്കാം. അന്ന് ഒരു നാൾ ഹജ്ജത്തുൽ വദായിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിൻ്റെ ആരാധനാകർമ്മങ്ങൾ കണ്ട് പഠിക്കുക. ഈ വർഷത്തിനു ശേഷം ഞാൻ നിങ്ങളെ കണ്ടില്ലെന്ന് വന്നേക്കാം. ഹജ്ജത്തുൽ വദായിലെ വെള്ളിയാഴ്ച അറഫയിൽ വെച്ച് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിറങ്ങി. ഈ ദിവസം നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളും ഞാൻ പൂർണ്ണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്കുള്ള മതമായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. പ്രസ്തുത ആയത്ത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? മറുപടി, നമ്മുടെ മതം അധികരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് പൂർത്തിയായി എന്നാണല്ലോ. എങ്കിൽ ഒരു കാര്യം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് അത് ചുരുങ്ങുകയല്ലേ ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഹജ്ജത്തുൽ വദാ കഴിഞ്ഞ് മടങ്ങുമ്പോൾ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള കുമ്മ എന്ന ഒരു ജലാശയത്തിനടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളെ ഒരുമിച്ച് കൂട്ടി. അവിടെ വെച്ച് പ്രസംഗിച്ചു, ജനങ്ങളെ, ഞാൻ മനുഷ്യനാണ്. എൻ്റെ റബ്ബിൻ്റെ ദൂതൻ അഥവാ മരണം വരാനും റബ്ബിന് ഉത്തരം കൊടുക്കാനും സമയമായിട്ടുണ്ട്. ഖുർആനിനെ മുറുകെ പിടിക്കുക, എൻ്റെ അഹ്ലുബൈത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അവിടുന്ന് വസിയത്ത് ചെയ്തു. രോഗം ബാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായിരുന്ന അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് എന്നെ വിളിച്ചുണർത്തി. ശേഷം പറഞ്ഞു, യാ അബാ മുവൈഹിബ, ജന്നത്തുൽ ബഖീലുള്ളവർക്ക് വേണ്ടി പാപമോചനം തേടാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജന്നത്തുൽ ബഖീയിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് കൈകളുയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി അവർക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തി. ശേഷം അവരോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. എന്നോട് പറഞ്ഞു, യാ അബാ മുവൈഹിബ, ഭൂമിയിലുള്ള ഖജനാവിൻ്റെ താക്കോലും ഭൂമിയിൽ സ്ഥിര ജീവിതവും അതിനുശേഷം സ്വർഗപ്രവേശവും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതാണോ, അള്ളാഹുവിൻ്റെ ലിഖാ ആണോ, സ്വർഗമാണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യവും നൽകപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവും മാതാവും അങ്ങേക്ക് സമർപ്പിതം. അങ്ങ് ഭൂമിയുടെ ഖജനാവിൻ്റെ താക്കോലും അതിലെ സ്ഥിരതാമസവും ശേഷം സ്വർഗവും തിരഞ്ഞെടുത്താലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ മുവൈഹിബ, അള്ളാഹു സത്യം, ഞാൻ അള്ളാഹുവിൻ്റെ ലിഖാവും ശേഷം സ്വർഗവും തിരഞ്ഞെടുത്തിരിക്കുന്നു. ശേഷം അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങി. പ്രഭാതമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ രോഗം ബാധിച്ചു.